കുഴപ്പമില്ല. എക്സ്പെക്ട് എക്സ്പെക്ട് ചെയ്ത അത്രയും കിട്ടിയില്ല. ആസിഫിക്ക KGF ആന്ന് പറഞ്ഞപ്പോ എക്സ്പെക്ട് ചെയ്ത ഇല്ല. പക്ഷെ കുഴപ്പമില്ല. ഓവറോൾ ആസിഫിക്കയുടെ ഒരു കംബാക്കും ആയിട്ട് തോന്നി. 2.5 മണിക്കൂർ എൻഗേജിങ് ആയിരുന്നു ഫുള്ള്. കുഴപ്പമില്ല. പക്ഷെ ആ ചെറിയൊരു കാസ്റ്റിംഗില് ഒരു വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല. മറ്റേ വില്ലൻ എന്നുള്ളൊരു ഭയങ്കരമായിട്ട് നമുക്ക് പേടിയിലേക്ക് അങ്ങനെ കുഴപ്പമില്ല. കുഴപ്പമില്ല. വലിയൊരു പുതുമായിട്ട് തോന്നിയില്ല. പക്ഷെ ഓവറോൾ നോക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അസിഫ്കയുടെ കംബാക്ക് അതായിരിക്കും. വേഗം തീർത്തോല്ലോ തോന്നിയോ? വേഗം തീർത്തില്ല. എൻഡിങ് കിട്ടി. കുഴപ്പമില്ല. കൊള്ളാം, നല്ല ഫിലിം. എൻഗേജിങ് ആയിരുന്നു അവസാനം വരെ. പടം ആദ്യം തൊട്ട് അവസാനം വരെ നല്ല എൻഗേജിംഗ് ആണ്. ഒരു കുറ്റാന്വേഷണ കഥയാണ്. വളരെ നല്ല സിനിമയാണ്. ആസിഫ് അലിയുടെ ഒക്കെ ഒരു കംബാക്ക് ആയിട്ട് വരുമോ? ആസിഫ് അലി നല്ല അഭിനയമാണ്. ആസിഫ് അലിയും ബിജു മേനോനാണ്. കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കാസ്റ്റിംഗ് കൊള്ളാം, എല്ലാം നല്ല കാസ്റ്റിംഗ് ആണ്. ഈഗോ ക്ലാഷ് അങ്ങനത്തെ എന്തെങ്കിലും ഒന്നുമില്ല. സിനിമ പൊതുവെ നല്ലതാണ്. നല്ല മൂവിയായിരുന്നു. ബിജു മേനോനും ആസിഫ് അലിയുടെ നല്ലൊരു കോംബോ ആയിരുന്നു. സസ്പെൻസ് ത്രില്ലർ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. അവസാനം വരെ ത്രില്ലിംഗ് ആയിരുന്നു. താങ്ക് യു. ഈഗോ ക്ലാഷ് അങ്ങനത്തെ എന്തെങ്കിലും ഐറ്റം ആണോ? സോറി, ഈഗോ ക്ലാഷ് വല്ലതും ആണോ? രണ്ട് പോലീസുകാർക്കിടയിൽ അങ്ങനെയില്ല, അതൊരു ചെറിയ ഭാഗമേ ഉള്ളൂ. ബാക്കി നല്ല മൂവിയാണ്. നല്ല അവസാനം വരെ ത്രില്ലിംഗ് ആയിട്ട്. ത്രില്ലിംഗ് ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലായിരുന്നു, അടിപൊളിയായിരുന്നു. എന്താണ് കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമ? മുഴുവൻ സസ്പെൻസ് നല്ലതായിരുന്നു. എൻഡ് വരെ നമുക്ക് ഇരിക്കാൻ പറ്റും. പിടിച്ചിരുത്തുന്നുണ്ട്. എന്തോ പിടിച്ചിരുത്തുന്നുണ്ട്. അങ്ങനെയല്ല, നല്ലതായിരുന്നു. എൻഗേജിംഗ് ആയിരുന്നു. ബോറിംഗ് എന്തെങ്കിലും? ഇല്ല, അങ്ങനെയൊന്നുമല്ല. ബോറിംഗ് ആയിട്ടൊന്നും യൂഷ്വലി ചില ഇങ്ങനെ വലിച്ചു നീട്ടാറുണ്ട്, അപ്പൊ അങ്ങനെ തോന്നിയില്ല. ഇല്ല, എൻഗേജിംഗ് ആയിട്ട് തന്നെ. അതെ. അമേസിംഗ് മൂവി. നല്ല കുറ്റാന്വേഷണ കഥ. ഒരു വെറൈറ്റി ഉണ്ട്. ബിജു മേനോൻ അടിപൊളിയായിട്ടുണ്ട്. ആസിഫ് അലി നന്നായിട്ടുണ്ട്. ഗുഡ് കോംബോ. വെരി ഡിഫറെന്റ് ട്രീറ്റ്മെന്റ് ആൻഡ് അമേസിംഗ് മൂവി. ജിസ്റ്റോയുടെ മറ്റൊരു മസ്റ്റ് വാച്ച് ഐറ്റം ആണ്. യെസ്. ഓക്കേ. ടർബോയ്ക്ക് ഒരു വെല്ലുവിളിയാവോ? അതും അടിപൊളി മൂവിയാണ്. അതിനൊരു വെല്ലുവിളിയാവോ ഇത്? വെല്ലുവിളി എന്ന് പറയാൻ പറ്റില്ല. രണ്ട് തരത്തിലുള്ള സബ്ജക്ട്, രണ്ട് തരത്തിലുള്ള ട്രീറ്റ്മെന്റ്, രണ്ടും ഡിഫറെന്റ് പാരലായിട്ട് പോകുന്ന അല്ലെങ്കിൽ ഡിഫറെന്റ് റൂട്ടിൽ പോകുന്ന മൂവി. രണ്ടും അമേസിംഗ് മൂവിയാണ്. പണം കുഴപ്പമില്ല, നല്ല സിനിമയാണ് കണ്ടിരിക്കാൻ. പിന്നെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവമാണ്. പിന്നെ അത് നമ്മളേതൊക്കെ സിനിമയെ കണ്ടുമടുത്ത പോലെയൊക്കെയുള്ള ചെറിയൊരു ഇത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വ്യത്യസ്തമുണ്ടോ ത്രില്ലർ സിനിമ? വ്യത്യസ്തതയൊന്നുമില്ല. സാധാരണ ആ ത്രില്ലർ സിനിമകൾ ഏത് പാറ്റേണിലാണ് ഇതാണ് പോകുന്നത്, ആ രീതി തന്നെ പടം പോകുന്നുണ്ട്. അത് പ്രത്യേകിച്ച് അത് പുതുമയൊന്നും അവകാശപ്പെടാനൊന്നുമില്ല. ആസിഫ് അലി, ബിജു മേനോൻ കാസ്റ്റിംഗ് ഒക്കെ പക്കാണ്. പിന്നെ അവര് കട്ടക്കോട്ടെ സ്കോറിംഗ് ആണ്, അതൊന്നും പക്കയാണ്. ഡയറക്ഷനൊക്കെ അടിപൊളിയാണ്. പിന്നെ നമ്മൾ കഥയോട് നമ്മൾ സംഭവം പറയുമ്പോഴേക്ക് നമ്മൾ എന്തൊക്കെയോ അതൊരു പുതുമയില്ല. അത് പുതുമയെന്ന് നമുക്ക് കണ്ടിരിക്കാൻ ത്രില്ലിംഗ് ആണ്. സംഭവം ത്രില്ലിംഗ് ആണ്. അതാ പക്ക സാധനമാണ്. അവസാനം വരെ ത്രില്ലിംഗ് ആണ്. എൻഗേജിംഗ് ആയിട്ട് പോകുന്നുണ്ട്. സസ്പെൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് അവസാനം വരെ. ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ എങ്ങനെയുണ്ട്? ആസിഫ് അലി, ബിജു മേനോനൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? മൊത്തത്തിലുള്ള റൗട്ട് എങ്ങനെയുണ്ട്? ത്രില്ലിംഗ് ആണ്. അവസാനം വരെ എൻഗേജിങ് ചെയ്യുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എന്തൊക്കെ ഉണ്ട്? എല്ലാം ഉണ്ട്. കണ്ടിരിക്കാൻ പാടാം. കൊള്ളാം, ത്രില്ലിംഗ് ആണ്.